ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഹൈദരാബാദ് FC ഈ സീസണിൽ വളരെ ദയനീയമായ പ്രകടനമാണ് നടത്തിയിട്ടുള്ളത്. പോയിന്റ് പട്ടികയിൽ 12ാം സ്ഥാനത്താണ് അവർ ഫിനിഷ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, താങ്ബോയ് സിംഗ്ടോക്ക് കീഴിൽ അവർ മോശം പ്രകടനം നടത്തി. അതിനുശേഷം അദ്ദേഹത്തെ പുറത്താക്കി. മലയാളി പരിശീലകനായ ഷമീലായിരുന്നു പിന്നീട് ഹൈദരാബാദിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. 24 മത്സരങ്ങൾ കളിച്ചിട്ട് കേവലം 4 മത്സരങ്ങളിൽ മാത്രമായിരുന്നു അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിരുന്നത്. 14 തോൽവികൾ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു. കേവലം 18 പോയിന്റുകൾ മാത്രമാണ് അവർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇത്രയും പരിതാപകരമായ പ്രകടനം നടത്തിയ ഹൈദരാബാദിനോട് ഈ സീസണിൽ വിജയിക്കാൻ കഴിയാത്ത രണ്ടേ രണ്ട് ടീമുകൾ മാത്രമേ ഉള്ളൂ. അതിലൊന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് എന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന് ഈ സീസണിൽ ഏറ്റവും മോശം പ്രകടനം നടത്തിയ മുഹമ്മദൻ SC ആണ്. മുഹമ്മദൻ SCക്ക് ഹൈദരാബാദിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരള ബ്ലാസ്റ്റേഴ്സ് 2 മത്സരങ്ങൾ കളിച്ചപ്പോൾ ആദ്യ മത്സരത്തിൽ ഒരു അട്ടിമറി തോൽവി ഏറ്റുവാങ്ങി. 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു ഹൈദരാബാദ് ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത്. പിന്നീട് കഴിഞ്ഞ മത്സരത്തിൽ ക്ലബ്ബ് സമനില വഴങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. നോറ ഫെർണാണ്ടസിന്റെ ആ പെനാൽറ്റി സേവ് ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ആ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുമായിരുന്നു. ഈ 2 ക്ലബ്ബുകളെ ഒഴിച്ചുള്ള ബാക്കി എല്ലാ ക്ലബ്ബുകളും ഹൈദരാബാദ് FCയെ ഇത്തവണ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഹൈദരാബാദിനെ പരാജയപ്പെടുത്താൻ ബ്ലാസ്റ്റേഴ്സിന് കഴിഞ്ഞില്ല എന്നത് തീർച്ചയായും നിരാശാജനകമായ ഒരു കാര്യമാണ്. ഏതായാലും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ സീസൺ ഒരു സമ്പൂർണ്ണ ദുരന്തമാണ് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഇല്ല. 1-2 താരങ്ങൾ മികച്ച പ്രകടനം നടത്തിയത് മാറ്റി നിർത്തിയാൽ കാര്യമായ പോസിറ്റീവുകൾ ഒന്നും തന്നെ ഈ സീസണിൽ സംഭവിച്ചിട്ടില്ല എന്നതാണ് വസ്തുത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കൊണ്ടും കാണാം.